മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം സങ്കീർത്തനം 62:9, The book of Psalms, chapter 62, verse 9. മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. മനുഷ്യരോട് ഇടപെട്ട് ഞാൻ നിരാശനായി എന്ന് പറയുന്നവരുണ്ട്. ആരെയും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. എല്ലാവരും ചതിയന്മാരാണ്, അവിശ്വസ്തരാണ്, ആരോടും വലിയ ഇടപാടൊന്നും കൂടാതെ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നു. ആരും ആത്മാർത്ഥമായി ഉള്ളു തുറന്നും സംസാരിക്കുന്നില്ല. അവരിടപെടുന്നത് പ്രയാസമാണ്. പക്ഷെ ഇപ്രകാരം ചിന്തിച്ച് ആരെയും വിശ്വസിക്കാതിരുന്നാൽ നാം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. നാം നമ്മുടെ സ്വഭാവത്തെ അപഗ്രഥിച്ച് മനസ്സിലാക്കിയാൽ ഈ പരാജയബോധം നീങ്ങിപ്പോകും. വിശ്വസ്തരായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബലഹീനതയാൽ നാം അവിശ്വസ്തരാകുന്നു. മറ്റാരുടെയും ദോഷവശങ്ങൾ പറയുകയില്ലെന്ന് നിശ്ചയിച്ച ശേഷം സംഭാഷണ രസത്തിലും ഒഴുക്കിലും പെട്ട് മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു പോകുന്നു. സംസാരിച്ച ശേഷം നമ്മൾ പശ്ചാത്തപിക്കും. മനുഷ്യൻ ബലഹീനനാണ്. അവന് നന്മയുണ്ടെങ്കിലും ബലഹീനതയാൽ തിന്മ ചെയ്തു പോകുന്നു. ബലഹീനായ മനുഷ്യനെ ആശ്രയിക്കരുത്. അവന് നന്മയുള്ളതിനാൽ അവനെ വെറുക്കുകയും അരുത്. സ്റ്റാൻലി ജോൺസ് പറഞ്ഞ ഒരു ഉദാഹരണം പറയട്ടെ. ആശ്രമത്തിന്റെ മുറ്റത്ത് കിടന്നിരുന്ന ഒരു മരത്തിൽ ഒരു മുന്തിരിച്ചെടി പടർന്ന പന്തലിച്ച് കിടന്നിരുന്നു. ഉണങ്ങിയ ഒരു മരക്കൊമ്പിലേക്കും മുന്തിരിവള്ളി പടർന്ന് കിടന്നിരുന്നു. ഒരു രാത്രിയിൽ ഉണങ്ങിയ കമ്പ് ഒടിഞ്ഞ് നിലത്ത് വീണു. അതിൽ ചുറ്റിപ്പടർന്നിരുന്ന മുന്തിരിവള്ളിയും ഒടിഞ്ഞ് പറഞ്ഞ് നിലത്ത് വീണ് വാടി തളർന്നുപോയി. ബലഹീനനായ മനുഷ്യനെ വിശ്വസിച്ചാശ്രയിക്കുന്നവന്റെയും നില ഇതാണ്. സങ്കീർത്തനക്കാരൻ നമ്മുടെ പ്രശ്നത്തിന് മറുപടി പിന്നാലെ പറയുന്നുണ്ട്. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുകയോ അവനെയോ വെറുക്കുകയോ ചെയ്യരുത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.